ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവിസിബിൾ സിപ്പേഴ്സ് എങ്ങനെ ബേബി ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും കുറച്ച് പേർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സിപ്പേഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്, നോർമൽ സിപ്പേഴ്സും ഉണ്ട്, ഇൻവിസിബിൾ സിപ്പേഴ്സും ഉണ്ട്. ഇത് തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഈ രണ്ട് സിപ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻവിസിബിൾ സിബും നോർമൽ സിബും എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യം വെച്ചതാണ് നോർമൽ സിബ്ബർ, ഇപ്പൊ രണ്ടാമത് വെച്ചതാണ് ഇൻവിസിബിൾ സിബ്ബർ. ഇപ്പൊ ദാ ഈ എടുക്കുന്നതാണ് ഇൻവിസിബിൾ സിബ്ബർ. ഇതിന്റെ നല്ല ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇൻവിസിബിൾ സിബ്ബറിന്റെ നല്ല വശത്ത് നിങ്ങൾക്ക് പല്ല് കാണാൻ കഴിയത്തില്ല. പല്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്രിഡിനെയാണ് കേട്ടോ. അപ്പം ഇൻവിസിബിൾ സിബ്ബറിന്റെ നല്ല വശമാണിത്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചു വെച്ച് നോക്കാം. ഇതാണ് ഇൻവിസിബിൾ സിബ്ബറിന്റെ ചീത്ത ഭാഗം. അവിടെ നിങ്ങൾക്ക് പല്ല് കാണാൻ കഴിയുന്നുണ്ട്, കണ്ടോ? ഒരു ചെറിയ തള്ളിച്ച് നിൽക്കുന്നില്ലേ, അതാണ് ഞാൻ പല്ലെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഇൻവിസിബിൾ സിബ് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്. ഇനി നമ്മൾ നോർമൽ സിബ് എടുക്കുക. അതിന്റെ നല്ല വശമാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. അവിടെ നമുക്ക് പല്ല് കാണാൻ കഴിയുന്നുണ്ട്. നേരെ മറിച്ച് ഈ ഒരു നോർമൽ സിബ്ബർ നമ്മൾ തിരിച്ചു വെച്ചു, അതായത് അതിന്റെ ചീത്ത വശം നോക്കിക്കേ, അവിടെ നമുക്ക് പല്ല് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് രണ്ടുമാണ് ഇൻവിസിബിൾ സിബ്ബറിനെയും നോർമൽ സിബ്ബറിനെയും മനസ്സിലാക്കുന്ന രണ്ട് പോയിന്റ്. ഇനി ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് വെച്ച് നോക്കി. നോർമൽ സിബ്ബറിന്റെ നല്ല വശത്ത് നമുക്ക് പല്ല് കാണാൻ കഴിയും, നേരെ മറിച്ച് ഇൻവിസിബിൾ സിബ്ബറിന്റെ നല്ല വശത്ത് നമുക്ക് പല്ല് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇൻവിസിബിൾ സിബ്ബറിന്റെയും നോർമൽ സിബ്ബറിന്റെയും ആ പിടിപ്പിക്കുന്ന ഹോൾഡർ രണ്ടും രണ്ട് ഷേപ്പിലായിരിക്കും. ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാം. ഇനി നമുക്ക് ഇൻവിസിബിൾ സിബ്ബർ തന്നെ രണ്ട് നീളത്തിലുണ്ട്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. ചെറുതായിരിക്കും കൂടുതലും നമ്മൾ ഫ്രോക്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചെറുത് വെക്കുന്ന ഡയറക്ഷനാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നോർമലി സിബ് വെക്കുന്ന പോലെ വെച്ചിട്ട് ആ സിബിന് രണ്ട് പല്ലുണ്ടാവുമല്ലോ, ആ രണ്ട് പല്ലും നമ്മൾ തിരിച്ചു വെച്ച് പിൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇൻവിസിബിൾ സിബ്ബർ പിടിപ്പിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഞാൻ ഇൻവിസിബിൾ സിബ്ബർ ചെറുതാണ് എടുത്തിരിക്കുന്നത്. വലുത് നമ്മൾ കുർത്തീസിനും ചുരിദാസിനും ഒക്കെയാണ് എടുക്കുന്നത്. ബേബി ഫ്രോക്സിനൊക്കെ ചെറുത് മതിയാവും. ഇനി നമ്മൾ ഇതേപോലെ സിബ് താഴത്തോട്ടാക്കിയിട്ട് ആ പല്ലിന്റെ അറ്റത്തൂടി ചെറിയ ചൂടിലൊന്ന് നമ്മൾ തേച്ചു കൊടുക്കുക. ഇങ്ങനെ തേക്കുമ്പം നമുക്ക് ആ ഒരു പല്ലൊന്ന് അകന്ന് കിട്ടും. അപ്പൊ തയ്ക്കാൻ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. അപ്പൊ ഞാനത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബ് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുമെന്ന്. അപ്പോൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് 3.5 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ സിബ് പിടിപ്പിക്കുന്നത്. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ പോലെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഇൻവിസിബിൾ സിബ്ബർ എടുക്കുക. ഇൻവിസിബിൾ സിബ്ബർ എടുത്തിട്ട് നമ്മൾ നോർമലി സാധാരണ വെക്കുന്നത് പോലെ വെക്കുമ്പം നമ്മുടെ സിബിന്റെ തുടക്കം ഇച്ചിരി ഉരുക്കിയിട്ടുണ്ടായിരിക്കും. ആ ഉരുക്കിയ ഭാഗവും നമ്മുടെ ഉടുപ്പിന്റെ കഴുത്തിന്റെ തുടക്ക ഭാഗവും ഒരുമിച്ച് വെച്ച് വേണം പിൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഉരുക്കുന്നത് സിബ് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഉരുക്കി വെക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ 1.5 ഇഞ്ച് മാറ്റി 3.5 ഇഞ്ച് ലൈൻ വരച്ചല്ലോ, ആ ലൈനിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ സിബിന്റെ പല്ല് തിരിച്ചു വെക്കുക. ഇതേപോലെ നമ്മൾ തിരിച്ചു വെച്ചിട്ട് പിൻ ചെയ്യുക. നമ്മൾ ആദ്യം നോർമലി വെക്കുന്ന പോലെ സിബ് വെക്കുക, എന്നിട്ട് അതിന്റെ പല്ല് നമ്മൾ തിരിച്ചു വെക്കുക. ഇനി ആ പല്ലിന്റെ ഈ ഒരു എഡ്ജിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ ഫൂട്ടർ പറ്റത്തില്ല, സിപ്പർ ഫൂട്ടർ തന്നെ വേണം. സിപ്പർ ഫൂട്ടർ പലതരത്തിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഹോൾ വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഹോൾ വരുന്നുണ്ട്, അതല്ല രണ്ട് സൈഡിലും ഹോൾ വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹോൾ വരുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തോട്ട് പല്ല് വരുന്ന രീതിയിലാണ് തയ്ക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു സിബിന്റെ നീളം 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ച് വരുന്നിടത്ത് സ്റ്റിച്ച് നമ്മൾ നിർത്തുക. അപ്പൊ നമുക്ക് ഒരു ഭാഗം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? നമ്മൾ ആ പല്ലിന്റെ എഡ്ജിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത വശം ഇതേപോലെ എടുക്കുക. നമ്മൾ നോർമലി സിബ് വെക്കുന്ന പോലെ വെക്കുക. അതിനുശേഷം എന്താണ്, ആ സിബിന്റെ പല്ല് വരുന്ന ഭാഗം ഇതേപോലെ തിരിച്ചു വെക്കുക. തിരിച്ചു വെക്കുമ്പം അവിടെ ഉരുക്കിയ ഭാഗം ഉണ്ടല്ലോ, സിബിന്റെ തുടക്കം, ആ ഉരുക്കിയ ഭാഗവും നമ്മുടെ ഫ്രോക്കിന്റെ കഴുത്തിന്റെ തുടക്ക ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് വേണം പിൻ ചെയ്യാനായിട്ട്. അതായത് 1 ഇഞ്ച് വീതി നമ്മുടെ തയ്യൽ തുമ്പ് വീതി മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് 3.5 ഇഞ്ച് നീളം മാർക്ക് ചെയ്തത്. അപ്പൊ ആ മാർക്ക് ചെയ്ത ലൈനിലോട്ട് വേണം സിബിന്റെ പല്ല് ഇരിക്കാനായിട്ട്. അങ്ങനെ വേണം നമ്മൾ വെക്കാൻ. അപ്പൊ നമ്മളിനി അവിടെയും മാർക്ക് ചെയ്യാണ്, 3.5 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്തിട്ട് ആ എൻഡിൽ കൂടി നമ്മളൊന്ന് തയ്ച്ചെടുക്കുകയാണ്. ഇപ്പൊ നോക്കിയേ, സിബിന്റെ ഓറിയന്റേഷൻ കണ്ടോ? രണ്ടിന്റെയും പല്ല് തിരിഞ്ഞാണ് ഇരിക്കുന്നത്.
എന്നിട്ട് ഞാനിപ്പോൾ ഫ്രോക്ക് തിരിച്ചു വെച്ചാണ് തയ്ക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ള ഫൂട്ടർ ലെഫ്റ്റ് സൈഡിൽ ഹോൾ വരുന്ന ഫൂട്ടറാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പല്ല് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം തയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൂട്ടർ ഇങ്ങനെ, അതായത് ഈ ഫ്രോക്ക് ഞാൻ തിരിച്ചു വെച്ച് തയ്ക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ രണ്ട് സൈഡിലും ഹോളുള്ള ഫൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഫ്രോക്ക് തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് വശവും തയ്ച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, നമ്മൾ ഈ സിബ് ഇങ്ങനെ ഒന്ന് അകത്തോട്ട് തിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സിബ് വലിച്ചിടുക. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സിപ്പർ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്. നിങ്ങൾ ഒന്ന് ഇച്ചിരി നേരം സമയം കൊടുത്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ച് നീളത്തിലായിരുന്നു സിബ് അറ്റാച്ച് ചെയ്തത്. ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ ഉടുപ്പ് തിരിച്ചിട്ടിട്ട് ആ സിബ് കണ്ടോ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് ആ സിബ് ഇതേപോലെ നമ്മൾ മുകളിലോട്ട് പൊക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, നമ്മുടെ സ്റ്റിച്ച് എൻഡ് ചെയ്ത് നിർത്തിയെടുത്തുനിന്ന് വേണം സ്റ്റിച്ച് തുടങ്ങാനായിട്ട് കേട്ടോ. അവിടെ ഒരു ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബോഡി പാർട്ടും വേസ്റ്റ് പാർട്ടും കൂടി അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ലൈൻ വരുമല്ലോ. ആ രണ്ട് ഭാഗവും, അതായത് രണ്ട് സൈഡ്, രണ്ട് ഓപ്പണിങ്ങും ഒരേ ലെവലിൽ ചേർത്ത് പിടിച്ചിട്ട് വേണം നിങ്ങൾ തയ്ക്കാൻ. അല്ലെങ്കിൽ തയ്ച്ചെല്ലാം കഴിയുമ്പം ഒരു വശം കയറിയും ഒരു വശം ഇറങ്ങിയിരിക്കും. ഇനി നമ്മൾ ഈ സിബിന്റെ ബാക്കി വരുന്ന പുറത്തോട്ട് ചാടി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ മടക്കിയിട്ട് നമ്മുടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ആ ഒരു തുണി ഉണ്ടല്ലോ, ആ തുണിയിലോട്ട് മടക്കിയിട്ട് ആ തുണിയിലോട്ട് മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മെയിൻ തുണിയുമായിട്ട് ചേർത്ത് തയ്ക്കാം. അങ്ങനെ തയ്ച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തയ്യൽ പുറത്ത് വിസിബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ തയ്യൽ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ പുറത്ത് എക്സ്ട്രാ വരുന്ന സിബ് നമ്മുടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട തുണിയുണ്ടല്ലോ, ആ തുണിയിലോട്ട് മടക്കിയിട്ട് ആ തുണിയായിട്ട് മാത്രം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചേർത്ത് വെച്ച് തയ്ക്കുക. അപ്പൊ നമ്മുടെ സിബ് അറ്റാച്ചിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നിർത്താം, അതല്ല നിങ്ങൾക്ക് ഇനിയും ഫിനിഷിങ് വേണമെങ്കിൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നതും കൂടെ നമ്മൾ ചെയ്യുക. ഇപ്പം നമുക്ക് ഉടുപ്പ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നീറ്റ്നെസ്സിന്റെ കുറവുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ബാക്കി വരുന്ന തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. മുഴുവൻ കട്ട് ചെയ്യൽ ഒരു 1/4 ഇഞ്ച് വീതി അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതായത് നമ്മുടെ സിബിന്റെ ആ ഒരു അതേ ലെവലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ മിച്ചം വരുന്ന സിബും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത്രയും നീളം നമുക്ക് വേണ്ടല്ലോ. അപ്പം ഞാൻ മിച്ചം കുറച്ച് സിബിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു 2 ഇഞ്ച് വീതിയിൽ ഒരു ഫാബ്രിക്കിന്റെ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാബ്രിക്കിന്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ സിബ് തുടങ്ങുന്നിടം തൊട്ട് അവസാനിക്കുന്നിടം വരെയുള്ള ആ ഒരു ടോട്ടൽ ലെങ്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് തുണി അഡീഷണൽ എടുത്തിട്ടുണ്ട് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. ഈ 2 ഇഞ്ച് വീതിയുള്ള തുണീനെ ഞാൻ നടുക്കുന്ന് ഇതേപോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ ഒരു മടക്കൂടെ കൊടുക്കുക. ഇനി തുണിയുടെ മടക്ക് ഭാഗം നമുക്ക് നമ്മളെ കാണുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ നമ്മുടെ സിബും അതുപോലെ തന്നെ ആ സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ചേർത്ത് ഇതേപോലെ മടക്കി കവർ ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മെയിൻ തുണിയിലോട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യല്. അതെല്ലാം ഈ കാണുന്നത് പോലെ തന്നെ പുറകിലോട്ടാക്കിയിട്ട് നമ്മുടെ സിബും ആ സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ 1 ഇഞ്ച് തയ്യൽ തുമ്പുള്ള തുണിയുണ്ടല്ലോ, ആ തുണിയും രണ്ടും കൂടി കവർ ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റിപ്പ് അടിക്കാനായിട്ട്. താഴെയും അതേപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, കുറച്ച് നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ. നേരത്തേലും കുറച്ചും കൂടെ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്യുക. നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ മുകൾ ഭാഗം ഒന്നുകൂടെ മടക്കുക. ഇത് കണ്ടോ, ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ ഫേസ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഫോൾഡഡ് പാർട്ടാണ് നമ്മുടെ സിബിനകത്തോട്ട് ഫേസ് ചെയ്ത് വരുന്നത്. ആ രീതിയിൽ തയ്ച്ചെടുക്കുക. ഇപ്പൊ കണ്ടോ, നിങ്ങൾക്ക് നേരത്തെ കണ്ടതിലും കുറച്ചും കൂടെ നീറ്റായിട്ട് തന്നെ കിട്ടിയില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, അതല്ല ഇനി കുറച്ചും കൂടെ ഫിനിഷിങ് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പും കൂടെ നിങ്ങൾ ചെയ്യുക. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിബ് നമ്മുടെ മെയിൻ തുണിയായിട്ട് വിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ മെയിൻ തുണിയായിട്ട് പതിഞ്ഞിരിക്കണമെങ്കിൽ നമ്മുടെ ആ ബോഡി പാർട്ടും നമ്മുടെ സിബും കൂടി ചേർത്ത് ഇതേപോലെ ഹെം ചെയ്തെടുക്കുക. ഹെമ്മിങ് ചെയ്യുമ്പം നമ്മുടെ മെയിൻ തുണിയിലോട്ട് തയ്യൽ പോവരുത്, ലൈനിങ്ങിലോട്ട് മാത്രമേ വരാവുള്ളൂ. അങ്ങനെ നിങ്ങൾ ഹെം ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടോ, ഇപ്പൊ നല്ല പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻവിസിബിൾ സിബിങ്. സിമ്പിളാണ്, നിങ്ങൾ കുറച്ച് സമയം അതിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇതിപ്പോൾ നമ്മൾ ഉടുപ്പ് തിരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും സിബ്ബർ കാണുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ഉടുപ്പ് തിരിച്ചിടുമ്പം സിബ്ബർ കാണാത്ത രീതിയിൽ ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം, ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. Thank you for watching my video. Bye.